ദൈവജനമേ, നാം തിരിച്ചറിയണം, ദൈവം, നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം, നമ്മളെ മോനെ മോളെ എന്ന് നാം ജനിക്കുന്നതിന് മുമ്പേ പേര് ചൊല്ലി വിളിച്ച നമ്മുടെ അപ്പൻ നമ്മെ പരീക്ഷിക്കുകയല്ല, മറിച്ച് അച്ചടക്കത്തിലൂടെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ദൈവമാണ് എന്നെ പ്രലോഭിപ്പിക്കുന്നത് എന്നാരും പറയരുത്. യാക്കോബ് 1:13. എന്തെന്നാൽ ദൈവം തിന്മയാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പ്രലോഭിപ്പിക്കുന്നുമില്ല എന്ന വചനം ദൈവത്തിൻ്റെ പരിശുദ്ധ സ്വഭാവം വെളിപ്പെടുത്തുന്നു. പാപം ചെയ്യാനുള്ള പ്രേരണയായ പ്രലോഭനങ്ങൾ നമ്മുടെ സ്വന്തം മോഹങ്ങളിൽ നിന്നോ ലോകത്തിൽ നിന്നോ പിശാചിൽ നിന്നോ ആണ് വരുന്നത് എന്ന് തിരിച്ചറിയണം. ദൈവം തിന്മയുടെ ഉറവിടമേ അല്ല, അവിടുന്ന് നമ്മെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുകയുമില്ല. ഇതൊരു തെറ്റായ ധാരണയാണ്, തെറ്റായ രീതിയിൽ നാം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലുമൊക്കെ. അത് തിരിച്ചറിഞ്ഞ് അത് തിരുത്തണം ഇന്ന് തന്നെ. എന്നാൽ നാം മാനസാന്തരപ്പെടുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാക്കളെ നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പൂർണ്ണമായ വിശുദ്ധിയിൽ ജീവിക്കുന്നില്ലെങ്കിലും രക്ഷപ്പെടാനുള്ള നമ്മുടെ ആഗ്രഹത്തെ ദൈവം കാണുന്നുണ്ട്. അതിനാൽ അവിടുന്ന് നമ്മെ നേരിട്ടുള്ള പരിശീലനത്തിലൂടെ കടത്തിവിടുന്നു. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അത് കാരണഭൂതമാകും. ദൈവം നൽകുന്ന ഈ പരിശീലനം ചിലപ്പോൾ കഠിനമായ പരീക്ഷണങ്ങളായോ ദീർഘകാല രോഗങ്ങളായോ അല്ലെങ്കിൽ മനുഷ്യൻ എളുപ്പത്തിൽ യുക്തിസഹമായി വിശദീകരിക്കാൻ കഴിയാത്ത മറ്റ് കഷ്ടതകളായോ അനുഭവപ്പെട്ട് എന്ന് വരാം. ഈ കഷ്ടപ്പാടുകൾക്ക് കാരണം ദൈവം നമ്മെ തൻ്റെ രാജ്യത്തിനായി ഒരുക്കുകയാണ്, അത് പരിശീലിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. ഇത് ശിക്ഷണമാണ്, പരീക്ഷണമല്ല. ഈ ശിക്ഷണം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും അവിടുത്തെ രാജ്യത്തിനെ യോഗ്യരാക്കുവാനും സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷണങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ച് നേരിടാൻ നമുക്ക് സാധിക്കണം. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലെ കഠിനമായ സമയങ്ങളിൽ പ്രത്യാശയും സമാധാനവും നൽകുന്നു. ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുകയും അവരെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ശിക്ഷണം സ്വീകരിച്ച് അവിടുത്തെ രാജ്യത്തിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.